ഹലോ എവരിവൺ. എൻ്റെ ചില ട്രെയിനിങ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ചില ട്രെയിനിങ്ങുകൾ പെയ്ഡാണ്. ഈ ഫ്രീ ട്രെയിനിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസൻറ്റ് മൂമെൻറ്റിൽ ഒരാൾക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവയർനെസ് എങ്ങനെ കൂടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടോട്ടലി ഫ്രീ ആണ്. അത് എന്തുകൊണ്ടാണ് അത് ഫ്രീ വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ച് ഒരു 4-5 വയസ്സ് വരെ പ്യുവർ പ്രസൻസിലാണ് അവൻ ജീവിക്കുന്നത്. അതിനുശേഷം അവൻ്റെ പ്രസൻസ് നഷ്ടപ്പെടും. അവന് പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം കയറി വരും. അതിനുശേഷമേ ഉള്ളൂ അവൻ വളർന്നു വലുതാകുന്നതോടുകൂടി ഇത് മനസ്സിലാക്കി അവൻ വീണ്ടും പ്രസൻസിലേക്ക് വരും. അതിന് സമയമെടുക്കും. ചിലർ ഗുരുവിൻ്റെ സപ്പോർട്ടോടുകൂടി ആയിരിക്കും വരുന്നത്, ചിലർ അല്ലാതെ നാച്ചുറലി വരിക. എന്ന് വേണേലും സംഭവിക്കാതെ, ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതെ ഇരിക്കുക. മരണം വരെ അവർ പാസ്റ്റ് ഫ്യൂച്ചറും ജീവിക്കുകയും ചെയ്യാം. ചിലപ്പോൾ മരണത്തോട് അടുക്കുമ്പോഴായിരിക്കും അവർക്ക് പ്രസൻസ് മനസ്സിലാകുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടേ പറ്റും, എല്ലാവർക്കും നഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ അത് വീണ്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജന്മാവകാശമാണ്, ഈ പ്രസൻസ് ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ. അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പണ്ട് ഈ ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് നമുക്ക് ഗുരുവിൻ്റെ അടുത്ത് ചെന്നേ പറ്റുള്ളൂ. ഞാനും ഗുരുവിൻ്റെ അടുത്ത് എന്നാണ് പഠിച്ചത്. അന്ന് ദക്ഷിണയും അല്ലെങ്കിൽ ഫീസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പം ഈ നെറ്റിലൂടെ പഠിപ്പിക്കുന്നത് കൊണ്ട്, വീഡിയോസ് വഴി ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് എൻ്റെ സമയം ചിലവാകുന്നില്ല. അതുകൊണ്ടാണ് അത് ഫ്രീ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, അതൊരു ജന്മ അവകാശമാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഗുരുക്കന്മാർ ദക്ഷിണ മാത്രമേ അതിന് മേടിക്കത്തുള്ളായിരുന്നു. അതെല്ലാവരും മേടിക്കണം നിർബന്ധവുമില്ല. ദക്ഷിണ എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ള അനുസരിച്ചാണ് അയാൾ കൊടുക്കുന്നത്, അല്ലാതെ ഒരു ഫീസ് പറഞ്ഞുള്ള ചെയ്യുന്ന കാര്യമല്ലായിരുന്നു ഇത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രസൻസിലായിരുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഇല്ലാത്തതല്ല. എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ചാൾ പുറപ്പെട്ടു പോയി വിചാരിക്കുക, തിരിച്ച് നമ്മുടെ വീടറിയാൻ മേലാതെ നിൽക്കുന്ന ഒരു സ്റ്റേജ് പോലെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഇത്രയേ ഉള്ളൂ, അതാണ് നിങ്ങളുടെ വീടെന്ന് പറഞ്ഞിരുന്നു, അത്രേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം ബാക്കിയെല്ലാം മനസ്സിലാകുന്ന പോലെ. അപ്പം കൂട് വിട്ടുപോയ ഒരു കിളി തിരിച്ചാൽ കൂട്ടി വരുന്ന പോലെ കൂട് കാണിച്ചിരുന്നേ ഉള്ളൂ. ആ പ്രസൻസിലേക്ക് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രസൻസ് മരണം വരെ കാണും. കാര്യം വീണ്ടെടുത്തതാണ്. ഇപ്പം എൻ്റെ ഇളയ കുഞ്ഞ് ഉണ്ണിക്കുട്ടൻ, അവനൊരു 3.5 വയസ്സ് കഴിഞ്ഞു. അവൻ പ്യുവർ പ്രസൻസിലാണ്. പക്ഷെ ഇവൻ്റെ പ്രസൻസ് നഷ്ടപ്പെടാൻ പോവാണ്. എൻ്റെ മകനായതുകൊണ്ട് അവൻ ആ പ്രസൻസിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം നഷ്ടപ്പെട്ടിരിക്കും. കാര്യം ഞാൻ ഒറ്റയ്ക്കല്ല കുഞ്ഞിനെ വളർത്തുന്നത്, സൊസൈറ്റി മൊത്തമുണ്ട്. സ്കൂളിൽ പോകുന്നുണ്ട്, പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്, മറ്റു പലരും ഉണ്ട്. അതുകൊണ്ട് അവൻ്റെ പ്രസൻസ് നഷ്ടപ്പെടും. വീണ്ടും അവൻ അത് വീണ്ടെടുക്കണം. അത് എന്ന് വീണ്ടെടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടൊന്നും അവന് മനസ്സിലാകുന്നില്ല. എനിക്ക് പറഞ്ഞു അൺഎക്സ്പ്ലെയിനുള്ള പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അവൻ ദുരിതങ്ങൾ അനുഭവിക്കണം, അവൻ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും, അവൻ പാസ്റ്റിലും ഫ്യൂച്ചറിലും എല്ലാം ജീവിക്കും. പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് അവൻ വീണ്ടെടുക്കണം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എനിക്ക് പോലും എൻ്റെ മകനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ആ പ്രസൻസ് നഷ്ടപ്പെട്ടിരിക്കും. ആ പ്രസൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എനിക്ക് എത്ര രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിലും, എത്ര കോടി ഉണ്ടെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലും അത് നടക്കത്തില്ല, അസാധ്യമാണത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരിക്കൽ നിങ്ങളുടെ ഉണ്ടായിരുന്ന സാധനം ഒന്ന് കളഞ്ഞു പോയതേ ഉള്ളൂ. അത് ഞാനൊന്ന് കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പഴയ കാലത്ത് ദക്ഷിണ മാത്രം മേടിക്കുന്ന ഗുരുക്കന്മാർ. കാരണം എന്ന് വെച്ചാൽ സന്തോഷത്തോടെ ശിഷ്യം കൊടുക്കുന്നു, ഗുരു വാങ്ങുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക. അപ്പം ഇതിന് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. നമുക്കിത് പറഞ്ഞ് അൺഎക്സ്പ്ലെയിനബിൾ ആണെന്ന് ഞാൻ പല വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തതാണ് അൺഎക്സ്പ്ലെയിനബിൾ. അപ്പം ഇതിന് സമയമാകുമ്പോൾ ഒരാൾക്ക് മാറ്റം വരും, അയാൾ പ്രസൻസിൽ വരും. വൺസ് പ്രസൻസിൽ വന്നാൽ പിന്നെ മരണം വരെ അയാൾ പ്രസൻസിലായിരിക്കും. പിന്നെ ഒരിക്കലും അയാൾ പാസ്റ്റും ഫ്യൂച്ചറും പോകത്തില്ല. കാര്യം വീണ്ടെടുത്തതാണ്. വീണ്ടെടുത്ത സാധനമായതുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് അറിയാം. സ്വയം വീണ്ടെടുക്കുക ചെയ്യുന്നത്.
ഇപ്പം ഞാൻ കൊച്ചുകുട്ടിയായ പ്രസൻസിലായിരുന്നു, അത് ഞാൻ ഓർക്കുന്ന പോലുമില്ല. പക്ഷെ ഞാൻ വീണ്ടെടുക്കുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാവും. ആരൊക്കെയാണ് പ്രസൻസിൽ അല്ലാത്തത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഓപ്പണായി വരും. എല്ലാ കാര്യവും നമ്മൾ മനസ്സായി തുടങ്ങും. ഇതിന് വേറെ ഒന്നും ചെയ്യണം, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. നമുക്കെല്ലാം കാണാം, കേൾക്കാം, മനസ്സിലാവും. നമ്മൾ ലിസണറായി മാറുക. നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. മറ്റേ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. കൺഫ്യൂഷൻ, എപ്പോഴും പ്രശ്നങ്ങളും ദുരിതങ്ങളും, എന്താ നടക്കുന്നതെന്നൊരു ഐഡിയയും കിട്ടുകയില്ല. ഓക്കെ, അപ്പം ഇത് കംപ്ലീറ്റ് ഫ്രീ ആണെങ്കിൽ ഈ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും യൂട്യൂബിൽ ഫ്രീ ആയിട്ടുണ്ട്. നിങ്ങളത് കാണുക. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, എനിക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പറായി കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ വീഡിയോസും എൻ്റെ വോയിസും ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രസൻസിലേക്ക് വന്നുകൊണ്ടിരിക്കും. വൺസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ പ്രസൻസിൽ തന്നെ ജീവിക്കും. ഒരിക്കലും അത് നഷ്ടപ്പെടത്തില്ല. അസാധ്യമാണ് നഷ്ടപ്പെടാൻ. കാര്യം ബോധപൂർവം വീണ്ടെടുത്തു പിന്നെ ഒരിക്കലും മരണം വരെ നഷ്ടപ്പെടത്തില്ല. ഓക്കെ.